വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ. ഏതാനും നാളുകളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം പുകയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഒരു യുവതി ഗർഭിണിയായ വിഷയം. പക്ഷെ അത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിരുന്നില്ല. നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലോടുകൂടി ആ യുവതി താൻ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട യുവാവിനാൽ ഗർഭിണിയായതായിരിക്കാം. ആ യുവതി അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെതാണ്. നമസ്കാരം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം, രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഒരു യുവതി ഗർഭിണിയായെന്നും ആ ഗർഭിണിയെ ഗർഭഛിദ്രം നടത്തുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ കുറേ നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഹൂ കെയേഴ്സ് എന്ന ഒറ്റ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ കൊണ്ട് അതിനെ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കുകയും അതോടുകൂടി ഏകദേശം ആ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല. മാത്രവുമല്ല, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അതിനകത്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അവരാരും പ്രതികരിച്ചതുമില്ല. അതിൻ്റെ പേരിലാണ് അത് ആ ഒരു രീതിയിലേക്ക് മങ്ങിപ്പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടി റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് 3 വർഷം മുമ്പുണ്ടായ അനുഭവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ അപമര്യാദയായി പെരുമാറി അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. അതിൻ്റെയൊക്കെ അത് റിനി പറഞ്ഞിരിക്കുന്നത് തനിക്ക് നേരിട്ടുള്ള ശാരീരികമായ പീഡനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, ഒട്ടനവധി സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ, പെൺകുട്ടികൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നേരിട്ടിട്ടുണ്ട്, പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് റിനി ഇത് വെളിപ്പെടുത്തൽ നടത്തിയത്. റിനിയുടെ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തലിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ നടത്തിയ ആരോപണത്തെക്കാൾ ഉപരി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയാണ്. കാരണം അവർ പറയുന്നു, കഴിഞ്ഞ 3 വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച്, അശ്ലീല സന്ദേശം അയച്ചതിനെക്കുറിച്ചും മറ്റുമൊക്കെ താൻ പിതൃതുല്യനായി കാണുന്ന പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുതിർന്ന നേതാവിനെ ഇത് ധരിപ്പിച്ചു. എന്നിട്ടും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പുതിയ പദവികളും ജനപ്രാതിനിധ്യമൊക്കെ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് റിനി ആൻഡ് ജോർജിന്റെ ഈ തുറന്നു പറച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കേരളത്തിൽ നീതി കിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പറയാൻ മടിക്കുന്നത് എന്ന് പോലും റിനി പറയുകയുണ്ടായി. ഇത് അവർ സ്ത്രീകൾക്ക് കേരളത്തിൽ നീതി കിട്ടില്ല, അതല്ലെങ്കിൽ ലൈംഗിക ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടില്ല, ലൈംഗിക ആരോപണമല്ല, ലൈംഗിക പീഡനത്തിൽ അനുഭവിച്ച സ്ത്രീകൾ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടില്ല എന്ന് മാത്രമല്ല, ഭീഷണികൾ, പലതരത്തിലുള്ള ഭീഷണികളെ നേരിടേണ്ടി വരികയും ചെയ്യും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് റിനി ആൻഡ് ജോർജ് മുഖ്യധാരാ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതാണ് കേരളം ശ്രദ്ധിക്കേണ്ട. ഉദാഹരണത്തിന്, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, വിശേഷിച്ചും ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ റേറ്റിംഗ് കൂട്ടിയതാണ്. എന്നിട്ട് കഴിഞ്ഞ ഓണ സമയത്ത് ഒറ്റ നടന്മാരുടെ പരിപാടികൾ, ഈ കൊച്ചു വർത്തമാന പരിപാടികൾ ടെലിവിഷൻ ചാനലുകളിൽ ഉണ്ടായില്ല. കാരണം അന്നത്തെ ആ ചർച്ചയുടെ ഫലമായിട്ട് ഈ സിനിമാ രംഗത്തുള്ള നടന്മാർക്ക്, നടികളേക്കാൾ ഉപരി നടന്മാർക്ക് രംഗപ്രവേശം ചെയ്യാനായിട്ടുള്ള ഒരു മുഖമില്ലായിരുന്നു. എന്നാൽ എക്കാലത്തേക്കാളും കൂടുതൽ ഗ്ലാമറിലേക്ക് ഈ മാധ്യമങ്ങൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി തകർന്നു വീണ് ഉടഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്ന താരങ്ങളെ വീണ്ടും ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിൽ സ്ത്രീകൾക്ക്, തങ്ങൾ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ള കേരളത്തിന്റെ സ്ത്രീകളുടെ ഒരു നിലവിളിയാണ്, ഒരു സാമൂഹികമായ നിലവിളിയാണ് റിനി ആൻഡ് ജോർജിലൂടെ കേരളം മുഴങ്ങിക്കേട്ടത്. ഇവിടെ
ഈ പെൺകുട്ടി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഗർഭവതിയായി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അവർ നേരിട്ട ആ ഒരു ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം യഥാർത്ഥത്തിൽ VD സതീശനാണ്. കാരണം ഈ റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇത്തരത്തിലുള്ള ആ ഒരു സ്വഭാവം അതല്ലെങ്കിൽ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത്തരം വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്കും ജനായത്ത സംവിധാനത്തിലേക്കും കടന്നു വരുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മളുടെയൊക്കെ ചെലവിൽ നമ്മളുടെയൊക്കെ നികുതിപ്പണത്തിന് സകല സൗകര്യങ്ങളും അനുഭവിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് 2.5 കോടിയിലേറെ രൂപ ഒരു വർഷം നമ്മൾ നികുതി ഇനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സമൂഹത്തിന്റെ ജാഗ്രതയിലേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയും രാഷ്ട്രീയമായ ധാർമ്മികത ഇല്ലായ്മയും VD സതീശന്റെ രാഷ്ട്രീയമായ ധാർമ്മികതയുടെ അഭാവവുമാണ് ഇത്തരത്തിൽ ഈ ഒരു പെൺകുട്ടി ഈ 3 വർഷത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഗർഭവതിയായതെങ്കിൽ ആ ഒരു ധാർമ്മിക മൂല്യതയുടെ അഭാവമാണ് അത്ര ഒരു പെൺകുട്ടി ഈ ഒരു അവസ്ഥ അനുഭവിക്കാൻ ഇടയാക്കിയത്. ഈ ഒരു വിഷയം ഇപ്പൊ ഇവിടെ ഇതിലൂടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുടെ വാക്കുകളിലെ വിശ്വാസ്യത ഇല്ലാതാവും. ഒരു സമൂഹത്തിൽ വാക്കിന്റെ വില നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിൽ ഒന്നിനും തന്നെ വിലയില്ലാണ്ടാവുന്നു, ഒരു മൂല്യത്തിനും വിലയില്ലാണ്ടാവുന്നു. അപ്പോൾ ഇത് ഒരു നേതാവിനെയോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങളത് വിശ്വസിക്കും? ഈ വിശ്വാസ്യതയാണ്, ഈ നേതാക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വിശ്വാസ്യതയാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നതും ജനായത്ത സംവിധാനത്തെ ശക്തമാക്കുന്നതും. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് അതിഗംഭീരമായ വളരെ സർഗാത്മകമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രയോജനം അത് കൈകാര്യം ചെയ്യുന്ന കൈകളുടെ ഗുണമനുസരിച്ചിരിക്കും. അംബേദ്കർ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഭരണഘടന വായിക്കാനും വ്യാഖ്യാനിക്കാനും അതിന്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ നടത്താനുള്ള ശേഷിയുടെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭരണഘടനയുടെ സത്തയുടെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുക. മറിച്ച് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ജനായത്ത സംവിധാനത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ മാനുഷിക വശം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് ആ ഭരണഘടനയുടെ ഗുണം അല്ലെങ്കിൽ ഭരണഘടനയുടെ മഹത്വം അതിൻ്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തുക. മനുഷ്യന്റെ ആ മനുഷ്യത്വപരമായ ഗുണം എന്ന് പറയുന്നതിനെ നിശ്ചയിക്കുന്ന ഏക ഘടകമാണ് മൂല്യങ്ങളും ആ മൂല്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തി. ഇതാണ് ജനായത്ത സംവിധാനത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്. ഈ ആണിക്കല്ലിന്റെ അഭാവമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ റിനി ആൻഡ് ജോർജിന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതും. ഇത് സതീശനിൽ മാത്രം കാണുന്ന വിഷയമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഒരു രാഷ്ട്രീയ കക്ഷിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കന്മാരിലും കാണുന്ന ഈ ഒരു ആണിക്കല്ലിന്റെ ജനായത്ത സംവിധാനത്തിന്റെ ഈ ഒരു ആണിക്കല്ലിന്റെ അഭാവമാണ് കേരളത്തിലെ സ്ത്രീകളും കേരളം എന്ന പ്രകൃതിയും ഭൂമിയും ഇവിടുത്തെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മുഖ്യ കാരണം ജനായത്തം അഴുകിക്കഴിഞ്ഞാൽ സ്വേച്ഛാധിപത്യം അഴുകുന്നതിനേക്കാൾ ജീർണിച്ച അവസ്ഥയിലേക്ക് മാറും.